രേണുക, പ്രതീക്ഷയുടെ സമയങ്ങളിലേക്ക് നമ്മൾ അടുത്തെത്തുന്നു എന്നുള്ള ഘട്ടത്തിലാണ് എന്ന് തോന്നുന്നു. കാരണം അത്രമാത്രം നിർണായകമായിട്ടുള്ള ശാസ്ത്രീയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളിൽ പ്രധാനമായും ഏറ്റവും നിർണായകമായത് സോണാർ പരിശോധനയിൽ നടത്തിയ ഫലമാണ്. സോണാർ പരിശോധനയിൽ ലഭ്യമായിട്ടുള്ള തെളിഞ്ഞ ശാസ്ത്രീയ പരിശോധന ഫലമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ചിത്രം, അതിൽ 2 പ്രോബബിലിറ്റിയാണ് നേവി നൽകുന്നത്. ഒന്ന് പ്രോബബിലിറ്റി 1, അത് കോണ്ടാക്ട് 1, കോണ്ടാക്ട് 2 എന്ന് 2 തരത്തിൽ നേവി തന്നെ മാർക്ക് ചെയ്ത സോണാർ സിഗ്നൽ ആണ്. അതിന്റെ ദൃശ്യമാണ്, അല്ലെങ്കിൽ അതിൽ രേഖപ്പെടുത്തിയ കാര്യമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ കോണ്ടാക്ട് 1 പോയിന്റിലാണ് പ്രധാനമായും ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതായത് അവിടെയാണ് ഏറ്റവും പ്രോബബിൾ, മോസ്റ്റ് പ്രോബബിൾ എന്ന നേവിയുടെ വിദഗ്ധ സംഘം തന്നെ വിലയിരുത്തുന്നത് അവിടെയാണ്, കോണ്ടാക്ട് 1-ൽ. ഒപ്പം തന്നെ കോണ്ടാക്ട് 2-ഉം. ഇത് രണ്ടും അടുത്തടുത്താണ്. ഈ 2 ഭാഗവും ഈ കടയോട് ചേർന്നുള്ള ഭാഗത്താണ്. അതായത് പുഴയിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീണ ഭാഗം. ഈ റോഡിൽ നിന്ന് മുകളിലെ കുന്നിൽ നിന്നും പൊട്ടിയൊലിച്ചെത്തിയ ആ മൺകൂന, ആ വലിയ മൺതിട്ട, അത് റോഡും കടന്ന് പുഴയിലേക്ക് ഒഴുകിയെത്തിയ സ്ഥലം, ആ ചെരുവ് എന്നൊക്കെ വിശേഷിപ്പിക്കാം. പുഴയിലേക്കുള്ള ആ ചെരുവിലാണ് നിലവിൽ ആ പ്രോബബിലിറ്റി 1-2, കോണ്ടാക്ട് പോയിന്റ് 1-ഉം കോണ്ടാക്ട് പോയിന്റ് 2-ഉം നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 2 കോണ്ടാക്ട് പോയിന്റിൽ നടത്തിയ കൂടുതൽ പരിശോധനയിലാണ് ഇപ്പോൾ കോണ്ടാക്ട് 1 എന്ന് പറയുന്ന മോസ്റ്റ് പ്രോബബിൾ എന്നുള്ള ഘട്ടത്തിലേക്ക്, സ്ഥലത്തേക്ക് പരിശോധന എത്തുന്നത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഏറെക്കുറെ സ്ഥിരീകരണം ഇത് രാവിലെ തന്നെ എത്തിയിരുന്നു. രാവിലെ നടന്ന അവലോകന യോഗത്തിലും നേവി ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. അവിടെ തന്നെ ആ ലോറിയുണ്ട് എന്നുള്ള തരത്തിലുള്ള അന്വേഷണത്തിലേക്ക്, തെരച്ചിലേക്ക്, കൂടുതൽ ഊർജിതമായിട്ടുള്ള പരിശോധനയിലേക്കാണ് കാര്യങ്ങൾ പോയത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ ലോറി അവിടെയുണ്ട് എന്നുള്ള സ്ഥിരീകരണം നമുക്ക് ലഭ്യമായത്. ലോറി ആ പുഴയിലേക്കുള്ള ചെരുവിന്റെ ഭാഗത്ത് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് കരുതുന്നതും അതിനുള്ള ശ്രമവും നടക്കുന്നു. മാത്രമല്ല, നിർണായകമായിട്ടുള്ള ചില ഭാഗങ്ങൾ കൂടി തെളിഞ്ഞു വന്നതോടുകൂടി, അതായത് ആ തടി കെട്ടിയ എന്ന് കരുതുന്ന കയറിന്റെ ഭാഗങ്ങൾ കൂടി ലഭ്യമായതോടുകൂടി അത് കൂടുതൽ ബലപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ നിർണായകമായിട്ടുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക്, നിർണായകമായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. 9 ദിവസം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനം, 9 ദിവസം നീണ്ടുനിന്ന കാത്തിരിപ്പിന് ഏറെക്കുറെ ഇന്ന് വിരാമമാകുന്നു എന്നുള്ളതാണ്. ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് നമ്മൾ കാത്തിരിക്കുകയാണ്. ഏറ്റവും നിർണായകമായത് ഈ പറയുന്ന ആ സോണാർ പരിശോധനയിൽ ലഭ്യമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. ആ ഗ്രാഫിൽ നമുക്ക് വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് 2 പ്രോബബിലിറ്റി പോയിന്റ്. അത്രയും വലിയൊരു പ്രദേശം അതിൽ സോണാർ പരിശോധന നടത്തിയപ്പോൾ അതിൽ ഈ 2 കോണ്ടാക്ട് പോയിന്റുകളാണ് ലഭ്യമായത്. അതായത് കിലോമീറ്ററുകൾ പോലും ആഴത്തിലേക്ക് പരിശോധിക്കാൻ കഴിയുന്ന സോണാർ സംവിധാനമാണ് ഇതിനായി ഉപയോഗിച്ചത്. ആധുനിക സംവിധാനം ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് നിർണായകമായിട്ടുള്ള ഈ വിവരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. അങ്ങനെ 2 പോയിന്റുകൾ നേവി അത് സൂചന നൽകി. ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ശ്രീ ഇന്ദ്രപാൽ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സാർ, ഇപ്പോൾ നിർണായക സിഗ്നൽ നേവിക്ക് ലഭിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. സോണാർ ഓപ്പറേഷൻ സിഗ്നൽസിന്റെ ഒരു ഫോട്ടോയാണ് നമുക്ക് ലഭ്യമായിട്ടിരിക്കുന്നത്. അതിൽ കോണ്ടാക്ട് 1, കോണ്ടാക്ട് 2 എന്ന 2 സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ പുഴ കരയോട് ചേരുന്ന ഭാഗവുമായി ചേർന്ന് മണ്ണ് പതിച്ചിരിക്കുന്ന, പുഴയിൽ പതിച്ചിരിക്കുന്ന ആ ഭാഗമാണെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് തന്നെ ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്ത അവിടെ നിന്ന് ലഭിക്കുമെന്ന് കരുതുന്നുണ്ടോ? താങ്കൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആ ഓപ്പറേഷൻസിനെ വിലയിരുത്താൻ കഴിയുന്നത്? It is a very positive development. Again, a signal kitting it. I think it's extremely positive and encouraging. Avade vechittu namma definitely further detecting cheyan bettu, and it helps us to move on to the shortest possible location for optimizing search. So it's an extremely encouraging thing. Adu mathralla ipo deep in the Bharat belt in the deep, it is possibly around 800 megahertz. Appo aa signal avade kittanengil I think it's a very positive sign. So he signal കിട്ടിയത് ഏത് ഇൻസ്ട്രുമെന്റ് ആണ് that I am not aware. ഞങ്ങൾ സൈറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. That will help us to decide the signal റോഡിന്റെ സിഗ്നൽ തന്നെയാണോ വേറെ എന്തെങ്കിലും ആണോ, or also whether the lorry is still, the battery is operating. അതിന്റെയൊക്കെ നമുക്കൊന്ന് അറിവിക്കാൻ പറ്റും. But it's a very positive sign. ഈ സോണാർ സിഗ്നൽ വളരെ കൃത്യമായി ഉള്ളതാണോ? എങ്ങനെയാണ് താങ്കൾ? സോണാർ സിഗ്നൽ വെള്ളത്തിൽ ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യും. മണ്ണിൽ സോണാർ സിഗ്നൽ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോ ഇത് ഏത് ടെക്നോളജിയാണ് അവർ ഉപയോഗിക്കുന്നത് ഐ എം നോട്ട് യെറ്റ് ഷുവർ അൺലെസ് ഐ മീറ്റ് ദ നേവി പീപ്പിൾ.
അവർ റഡാറാണോ ഉപയോഗിക്കുന്നത് സോണാറാണോ എന്ന് അത് അറിയുന്നത്. ബട്ട് വാട്ട് എവർ സിഗ്നൽ നമ്മൾ കിട്ടുന്നത് അത് അതിന്റെ ഇമേജ് ആണോ സിഗ്നേച്ചർ ആണോ ഇറ്റ്സ് എ വെരി പോസിറ്റീവ് തിങ്. നമുക്ക് സെർച്ചിനെ ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ കരയോട് ചേർന്ന ഭാഗത്ത് ആണ് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്, അതിന് തന്നെയാണോ കൂടുതൽ പോസിബിലിറ്റി? അതാണ് തോന്നുന്നത്. പ്രസന്റ്ലി ഐ എം സ്റ്റിൽ ട്രാവലിംഗ് ഓൺ ദ വേ. അപ്പൊ എനിക്ക് ഐ എം നോട്ട് അവെയർ ഓഫ് ദി വിഷ്വൽസ്. എന്താണെന്ന് വിഷ്വൽസ് നിങ്ങൾ പറയുന്ന മനസ്സിലാക്കി എടുക്കാൻ നോക്കാണ്. As soon as I'm able to see the visuals, I'll be able to convey my assessment of that. ശരി, വളരെ നന്ദി. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ ആണ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും അദ്ദേഹം സംഭവ സ്ഥലത്തേക്ക് എത്തുന്നതേയുള്ളൂ. എന്തായാലും പോസിറ്റീവായിട്ടുള്ള സാഹചര്യം തന്നെയാണ് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. സോണാർ സിഗ്നലുകൾ വളരെ കൃത്യമാണ് വെള്ളത്തിൽ, പക്ഷേ കരയോട് ചേർന്ന ഭാഗത്താണ് ഇത് കിട്ടിയിരിക്കുന്നത്. എങ്കിൽ പോലും അതൊരു പോസിബിലിറ്റി ആണ് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്തായാലും ആ നിലയിൽ ആ ഭാഗം കേന്ദ്രീകരിച്ച് സിഗ്നലുകൾ ലഭിച്ച ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് കൂടുതൽ തെരച്ചിൽ നടക്കുന്നത്.